ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അച്ചുവിനെ കാണാനായിട്ട് രുക്കു അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ രുക്കുവിനെ കണ്ട് അച്ചു ആകെ പേടിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആകെ പ്രശ്നമാവുമല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമാവില്ല, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഞാൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പോവില്ല, എന്തായാലും മുകുന്ദേട്ടൻ്റെ കാവടിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ, എനിക്കും കൂടെ കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് മഞ്ജുവിനെയും അതുപോലെ തന്നെ രമ്യയും കാണിക്കുകയാണ്. മഞ്ജു ആകെ തലവേദന അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രമ്യ തലയൊക്കെ നെറ്റിയൊക്കെ ഉഴിഞ്ഞ് ബാമിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വേദന കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നാലും ചേച്ചിക്ക് ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് ഇങ്ങനെ തലവേദന വന്നെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഒരു തലവേദന ഉണ്ടായി, ഇപ്പോൾ സമാധാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രമ്യയെ മനഃപൂർവ്വം തന്നെ കുനിഷ്ട് കയറ്റി വിടുന്നുണ്ട് മഞ്ജു. രമ്യേ, നീ മുകുന്ദൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടോ? ആ അർച്ചന കേസ് ജയിക്കാനായിട്ട് കാവടി നേർന്നിരിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞാവാൻ ഇതുവരെ അവന് അങ്ങനെ ഒരു നേർച്ച നേരാൻ തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞാവാനല്ലേ ചേച്ചി ഞങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മരുന്ന് മാത്രം ഇതിനൊന്നും പോരാ, മരുന്നും മന്ത്രവുമാണ് എന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? അർച്ചന ചേച്ചി ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. നിങ്ങൾക്ക് കുഞ്ഞായാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല. അർച്ചന ചേച്ചിക്ക് സ്വാർത്ഥ മനോഭാവമാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞങ്ങളുടെ മക്കൾ എൻ്റെ വീട്ടിലല്ലേ വളരുന്നത്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഇവിടെ വളർത്താനോ എന്തെങ്കിലും ഒന്ന് അർച്ചന മിണ്ടുന്നുണ്ടോ? അനന്തേട്ടൻ അതിന് കൂട്ടും. ഇവർക്ക് ഇവരുടെ അനിയന്മാർ ഇവരുടെ കൂടെ വേണം. അതിനാണ് ഇവർ ഒരു സ്വാർത്ഥ സ്നേഹമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനിയന്മാർക്ക് അവരുടെ ജീവിതം നഷ്ടമായാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചേച്ചി പറയല്ലേ, അർച്ചന ചേച്ചിക്ക് അനിയന്മാരോട് സ്നേഹമില്ല എന്ന് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്നേഹമുണ്ട്, പക്ഷെ അത് വെറും കാണിച്ചു കൂട്ടുന്ന സ്നേഹമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഇത്രയും കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലമായിട്ട് കുട്ടി ഉണ്ടാവുന്നില്ല, അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ചികിത്സ ചെയ്യാനോ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതും ശരിയാണ് എന്ന മട്ടിൽ രമ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നീ എന്തായാലും മുകുന്ദനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതേപോലെ വല്ല നേർച്ചയും വഴിപാടും കഴിക്കാനായിട്ട്. അവൻ സ്വന്തം കുടുംബജീവിതം മറന്നുകൊണ്ടാണ് ചേച്ചിക്ക് വേണ്ടി ജീവിക്കുന്നതും ചേച്ചിക്ക് വേണ്ടിയിട്ട് 3 അനിയന്മാരും കൂടി ത്യാഗം ചെയ്യുന്നതും. ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഉള്ള കാര്യം പറയാലോ, എനിക്കിതൊന്നും ഇഷ്ടമാവുന്നില്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞു എന്ന് നീ ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ നിനക്കൊരു ബോധം തന്നേ ഉള്ളൂ. നീ ഇത് ചിന്തിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കടമയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് രമ്യയോട്. രമ്യ അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കാവടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അച്ചു നമ്മുടെ രുക്കുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ അർച്ചന വരുന്നുണ്ട്. ഈ അച്ചു എവിടെ പോവാൻ സമയമായല്ലോ, ഇവനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ അച്ചു ആ ഒരു മതിലിന് പിന്നിൽ പതുങ്ങുന്നത് കണ്ടിട്ട് അർച്ചന ഇങ്ങനെ നോക്കുന്നുണ്ട്. അച്ചു എന്താ അവിടെ കാര്യം, എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, രുക്കു വേഗം പോകുമെന്ന് പറഞ്ഞ് രുക്കുവിനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അച്ചു വേഗം തന്നെ അർച്ചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചേച്ചി വാ, നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. നിനക്കെന്തോ ഒരു പരിങ്ങൽ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ആരാ അവിടെ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ആ ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് രുക്കു അവിടെ നിന്ന് മാറി ഒഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ സമാധാനം, അവൾ പോയല്ലോ. ചേച്ചി വാ, നമുക്ക് പോവാം, അവിടെയൊന്നും ആരുമില്ല, ഞാൻ ഇവിടെ ചുമ്മാ വന്ന് നിന്നതാ, നിങ്ങൾ തൊഴുതു വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരി, എന്നാൽ വാ പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അർച്ചനയും അച്ചും കൂടെ പോകുന്നുണ്ട് തിരിച്ച്. പിന്നീട് നമ്മുടെ വിജയശങ്കറിനെയും ചന്ദ്രയും കാണിക്കുന്നുണ്ട്. അവർ ഈ അമ്പലത്തിലുള്ള ആ ഒരു നാണക്കേടൊക്കെ കഴിഞ്ഞ് വഴിയിൽ കരിക്ക് കുടിക്കാനായിട്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ വിജയശങ്കറിന് കരിക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. വിജയേട്ട ഇതിത്തിരി കുടിക്കും, മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. മനസ്സമാധാനം കിട്ടാനായിട്ടാണ് അമ്പലത്തിൽ പോയത്, എന്നിട്ടോ അവിടെയും കാണാൻ പാടില്ല എന്ന് കരുതിയ അവളും അവളുടെ അനിയന്മാരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, അത് പോട്ടെ, അത് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. നീ കണ്ടില്ലേ അവർ അവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ, വേണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ വെള്ളം ഒഴിച്ചിരിക്കുക. എന്നിട്ട് ആ അനിയന്മാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ ഒരു വരവും അവളുടെ ഒരു നിപ്പും സംസാരവും എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രൻ പറയുന്നുണ്ട് വിജയശങ്കർ. അങ്ങനെ ചന്ദ്രയ്ക്കും ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കേണ്ടത്. കാരണം അവളും അവളുടെ അനിയന്മാരും തല്ലി പിരിയണം. ആ 3 അനിയന്മാരാണ് അവളുടെ ബലം. അതില്ലാതാക്കിയാൽ തന്നെ അർച്ചന അവിടെ തോക്കും. ഇനി അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം വിജയേട്ട എന്ന് പറയുന്നുണ്ട്. അതുണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല. ഓരോ ദിവസം കഴിയുന്നതോറും അവർ തമ്മിലുള്ള സ്നേഹവും കരുതലും കൂടി വരികയാണ് ചെയ്യുന്നത്. അത് അത്ര പെട്ടെന്നൊന്നും എളുപ്പമല്ല ചന്ദ്ര എന്ന് പറയുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല, നമ്മൾക്കും ഒരു സാഹചര്യം കിട്ടും, അതിൽ പിടിച്ച് കയറി അവരെ തകർക്കണം എന്നൊക്കെ ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും. പിന്നീട് നമ്മുടെ
അമ്പാട്ട് വീട്ടിൽ ഒരു പോസ്റ്റ്മാൻ വരുന്നുണ്ട്, ഒരു രജിസ്റ്റേർഡ് ലെറ്ററുമായിട്ട് വരുന്നുണ്ട്. അത് അച്ചുവിന് തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അച്ചുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് മുകുന്ദനും അതുപോലെ തന്നെ രമ്യയും. അങ്ങനെ അച്ചു അത് തുറന്ന് വായിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു ലെറ്റർ വായിച്ചിട്ട്. ആ സമയത്ത് അർച്ചനയും വരുന്നുണ്ട്. എന്താ അത്ര സന്തോഷിക്കുക, എന്താ അച്ചു, എന്താ ആ ലെറ്ററിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി തന്നെ വായിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ചുവിന് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ അച്ചു എത്രയും പെട്ടെന്ന് SI ആവും അല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിച്ച് നമ്മുടെ അർച്ചനയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്നുണ്ട് അച്ചു. അതുപോലെ തന്നെ അച്ചുവിന് സ്നേഹസമ്മാനം എന്നുള്ള രീതിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അർച്ചന. എന്തായാലും നല്ല രീതിയിലേ വരുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്താണ് എന്തൊക്കെ കണ്ടിട്ടും കേട്ടും മഞ്ജുവിനാകെ ദേഷ്യം വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ എല്ലാം ആയി എന്നുള്ള രീതിയിൽ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആനന്ദം വരുന്നുണ്ട്. എന്താ അത്ര സന്തോഷിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അച്ചുവിന് SI സെലക്ഷൻ കിട്ടി, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രമ്യ പറയുന്നുണ്ട്. അതെയോ എന്ന് പറഞ്ഞ് അനിയന്മാരെല്ലാവരും കൂടെ നിലവിളിയും സന്തോഷവും ആഹ്ലാദ പ്രകടനവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രകാന്തം വീടാണ്. അങ്ങനെ വിജയശങ്കർ ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. വിജയേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് വരില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് വരില്ല, കാരണം ഒരു കേസുണ്ട്, അത് ഞാൻ തന്നെ അതിന് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സത്യം പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. എന്താടാ നിനക്ക് ഇത്ര ധൃതി, എന്താ കാര്യം പറയാനുള്ളതെന്ന് ചോദിക്കുന്നത്. അല്ല, അത് ഞാൻ ചന്ദ്രേച്ചിയോട് പറഞ്ഞാലും ഏട്ടൻ ഇപ്പോൾ അറിയണ്ട, ഏട്ടൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അത് അച്ചുവിന് ആ ഒരു ലെറ്റർ SI സെലക്ഷൻ കിട്ടിയ കാര്യം തന്നെയായിരിക്കും ചന്ദ്രയോട് പറയുന്നത്. അത് കേട്ട് ഒരുപാട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അഹങ്കരിക്കാനും ആഹ്ലാദം നടത്താനും അവൾക്ക് ഇതും കൂടി ഒരു കാരണമായല്ലോ, എന്നെങ്കിലും വഴിയൊരുക്കി അതിനെ തടസ്സപ്പെടുത്തണം, ആ ഒരു ട്രെയിനിങ്ങിലേക്ക് പോവാതിരിക്കാനായിട്ട് അച്ചുവിനെ തടസ്സപ്പെടുത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് ചന്ദ്രയും സത്യനും.